ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ കാർ ഡ്രൈവിങ്ങിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത്, വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതായത് ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനും അത്യാവശ്യം ഓടിച്ച് ലൈസൻസ് എടുത്ത പല ആൾക്കാർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റിപ്പോകും. പലപ്പോഴും ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ വീഴുന്നത് ഫോർത്ത് ആയിരിക്കും. ഇനി സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് ചിലപ്പം ഫസ്റ്റ് ഗിയറിലേക്ക് വീഴാം, അല്ലെങ്കിൽ ഗിയർ ന്യൂട്രൽ പൊസിഷനിലേക്ക് വീഴാം. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പല ആൾക്കാർക്കും തന്നെയുണ്ട്. എന്നാൽ കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഗിയർ ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട ഈ ഒരു ചെറിയ ടെക്നിക്ക് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് മാറിപ്പോകുന്ന പ്രശ്നം അല്ലെങ്കിൽ തെറ്റിപ്പോകുന്ന ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാകില്ല. കറക്റ്റായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പതിവ് പോലെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഞാൻ ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. അതിനു മുന്നേ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് എടുക്കേണ്ട മെത്തേഡാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഗിയർ തെറ്റാതിരിക്കാനായിട്ട് ഈ മെത്തേഡ് ഡ്രൈവിങ്ങിൽ നിങ്ങൾ പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിന് പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ വാഹനത്തിൻ്റെ ഗിയറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത് ഈ 3 ഗിയറുകൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പരമാവധി മുകൾ ഭാഗത്തേക്ക് മാറിയായിരിക്കും 3 ഗിയറുകൾ ഇരിക്കുന്നത്. എപ്പോഴും ന്യൂട്രൽ പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയതുകൊണ്ട് നമ്മളുടെ വാഹനത്തിൻ്റെ സീറ്റ് അല്ലെങ്കിൽ ഗിയറിൻ്റെ ഈ നോബ് വരുന്ന ഈ ഒരു ഏരിയയുടെ കറക്റ്റായിട്ടുള്ള നടുഭാഗത്തായിരിക്കും ന്യൂട്രൽ എന്ന് പറയുന്ന പൊസിഷൻ ഉള്ളത്. അപ്പം ന്യൂട്രലിൻ്റെ തൊട്ടുമേളിൽ തേർഡ് ഗിയർ ഇതുകൊണ്ട് ഈ പൊസിഷനിൽ നിന്ന് മാറി ഇത്രത്തോളം ഇങ്ങോട്ട് മാറിയായിരിക്കും തേർഡ് ഗിയർ ഉണ്ടാകുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഗിയർ ഉണ്ടാകുക, അതുപോലെ തന്നെ ഫിഫ്ത്ത് ഗിയർ ഉണ്ടാകുക. ഓക്കെ, ഇപ്പം ഞാൻ വീണ്ടും ന്യൂട്രൽ പൊസിഷനിൽ വന്നു. ഇനി ഫോർത്ത് ഗിയർ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേ ഈ ഒരു ഭാഗത്തായിരിക്കും. അതായത് നേരെ താഴ്ഭാഗത്താണ് ഫോർത്ത് ഗിയർ, അതുപോലെ തന്നെ സെക്കൻഡ് ഗിയർ, അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ. അപ്പം ഇതിൻ്റെ സെൻറ്റർ ഏരിയയെ നിങ്ങൾ കറക്റ്റായിട്ടും മനസ്സിലാക്കണം. ഇത് ഞാൻ പറഞ്ഞത് പല ആൾക്കാർക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ നടുക്കുള്ള ന്യൂട്രൽ പൊസിഷനെ പല ആൾക്കാരും മറന്നു പോകുന്നുണ്ട് ഗിയർ ഇടുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുന്ന സമയത്ത് ന്യൂട്രൽ വന്ന് കിടക്കും. സെക്കൻഡ് വീണെന്നോടത്ത് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി ഓഫ് ആയി പോകും. അപ്പം ന്യൂട്രൽ എന്ന് പറയുന്ന ഏരിയ ഈ നടുക്കുന്ന് ലെഫ്റ്റ് സൈഡ് ന്യൂട്രാണ്, നടുക്ക് വരുന്ന ഏരിയ ന്യൂട്രാണ്, റൈറ്റ് സൈഡ് ന്യൂട്രാണ്. അപ്പോൾ ഇത്ര ഏരിയയും ന്യൂട്രാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് തെറ്റാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗിയർ ലിവർ പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്തിട്ട് ഫസ്റ്റ് കൊടുക്കുക. ന്യൂട്രലായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഗിയർ ലിവർ ചേർക്കുക. അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡ് പരമാവധി ഗിയർ ചേരണമെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ച് നിങ്ങൾക്ക് ചേർക്കാം, അല്ലെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കാം. ഇതിൽ നിങ്ങൾക്കിത് ഉണ്ട്. ഇങ്ങനെ ഒരു മെത്തേഡാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ മെത്തേഡിലാണ് പിടിക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നല്ല ബലം കൊടുത്ത് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ ഒരു കാരണവശാലും തെറ്റത്തില്ല. ഒരുപാട് ബലം കൊടുക്കേണ്ട, ഒരു ചെറിയൊരു പ്രഷർ ഈ സൈഡിലേക്ക് കൊടുത്ത് മേളിലേക്ക് ഇട്ടാൽ ഫസ്റ്റ് ഇടുന്ന സമയത്ത് നമുക്ക് തെറ്റത്തില്ല. വണ്ടി നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സൈഡിലേക്ക് തന്നെ പ്രഷർ കൊടുക്കണം. അതായത് ഇങ്ങനെ തന്നെ ബലം കൊടുക്കണം. പലരും സെക്കൻഡ് ഇടുന്ന സമയത്ത് ഇങ്ങോട്ട് ബലം കൊടുക്കത്തില്ല, ഒറ്റ വലിച്ച് താഴെ ഇടും. അപ്പോൾ വീഴുന്നത് ഫോർത്ത് ആയിരിക്കും. അപ്പോൾ ഈ സൈഡിലേക്ക് ശകലം ഒരു പ്രഷർ കൊടുത്തുകൊണ്ട് ഫസ്റ്റ് ന്യൂട്രൽ ഇത് കണ്ടോ. അപ്പോൾ ന്യൂട്രൽ വരുമ്പോൾ നമുക്ക് ഗിയർ ലിവർ നടുക്ക് വന്നു, കണ്ടില്ലേ? അപ്പോൾ ന്യൂട്രൽ പൊസിഷനെ ഓർമ്മയിൽ വെക്കുക. എന്നിട്ട് നേരെ തൊട്ട് താഴോട്ടിട്ടാൽ സെക്കൻഡ് ഗിയർ വരും. അപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് വരുമ്പോൾ ഇവിടെ ഇരുന്ന ഗിയർ ലിവർ ഇത്രയും താഴ്ഭാഗത്തേക്ക് വന്നപ്പോഴാണ് നമുക്ക് സെക്കൻഡിലേക്ക് എത്താൻ കഴിഞ്ഞത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇടുമ്പോഴും ഫസ്റ്റ് ന്യൂട്രലിനെ മനസ്സിൽ വെക്കണം, ഓർമ്മയിൽ വെക്കുക. എന്നിട്ട് ജസ്റ്റ് മേളിലേക്ക് തട്ടിയാൽ ലിവർ നടുക്കായിരിക്കും. അതായത് ന്യൂട്രൽ പൊസിഷനിൽ ലെഫ്റ്റും പോകില്ല, റൈറ്റും പോകില്ല, ഗിയർ ലിവർ നടുക്ക് കിടക്കും. ഈ നടുക്ക് കിടക്കുന്ന ഏരിയ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബലം കൊടുക്കാതെ നേരെ മുകളിലേക്ക് ചെറിയൊരു തള്ളു കൊടുത്താൽ മൂന്നാമത്തെ ഗിയറിലേക്ക് കറക്റ്റ് വീഴും. നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഗിയർ തെറ്റിപ്പോകും. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പ്രഷർ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് വീടും, റൈറ്റ് സൈഡിലേക്ക് അറിയാതെ പ്രഷർ കൊടുത്താണ് ഇടുന്നതെങ്കിൽ ഫിഫ്ത്ത് ഗിയറിലേക്ക് വീടും. അപ്പോൾ തേർഡ് ഇടേണ്ട സമയത്ത് എന്ത് ചെയ്യണം? ജസ്റ്റ് ചുമ്മാ മേളിലേക്ക് ഒരു തട്ട് കൊടുത്താൽ മതി. അതായത് ന്യൂട്രൽ വന്നിട്ട് മേളിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ അങ്ങ് പിടിക്കുക, നേരെ മേളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തേർഡ് ഗിയർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇടാനായിട്ട് കഴിയും. ഇനി നിങ്ങൾക്ക് തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് വരണമെന്നുണ്ടെങ്കിലോ ജസ്റ്റ് ഗിയർ ലിവർ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ ഇങ്ങനെ പിടിച്ച് താഴോട്ട് ന്യൂട്രാക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് ന്യൂട്രാക്കുക.
അതായത് നേരെ താഴോട്ട് ന്യൂട്രൽ പൊസിഷനിലേക്ക് വരിക. എന്നിട്ട് സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് എപ്പോഴും ലെഫ്റ്റ് സൈഡ് താഴെയാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിലേക്ക് പ്രഷർ കൊടുക്കണം. ഇങ്ങനെ വന്നിട്ട് നമ്മൾ കൈ ഇങ്ങനെ തിരിക്കുക, ഇങ്ങനെ ന്യൂട്രൽ വരിക, കൈ നേരെ ഇങ്ങനെ ആക്കുക, ലെഫ്റ്റിലേക്ക് ചേർത്തിട്ട് താഴോട്ട് ഇടുക. അപ്പോൾ താഴോട്ട് ഗിയർ ലിവർ വന്നു. സെക്കൻഡ് ഗിയറിലേക്ക് തെറ്റാതെ ഇടാം. ഒരിക്കലും ഫോർത്ത് നമുക്ക് വീഴത്തില്ല. അതായത് തേർഡിൽ നിന്ന് നമുക്ക് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഫോർത്ത് വീഴത്തില്ല. ഇനി നമുക്ക് തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് കറക്റ്റായിട്ട് ഇടണമെന്നുണ്ടെങ്കിലോ വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു സൈഡിലേക്കും ബലം കൊടുക്കാതെ ചുമ്മാ സിമ്പിളായിട്ട് നേരെ താഴോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഫോർത്തേ വീഴത്തുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബലം കൊടുത്താൽ ഗിയർ മാറിപ്പോകും. അപ്പം ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിലും നേരെ മേളിലേക്ക് തട്ടിയാൽ മതി. ഇതേ തേർഡ് ഫോർത്ത് ന്യൂട്രൽ തേർഡ് ന്യൂട്രൽ ഫോർത്ത്. കണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ ഇടാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഫോർത്തിൽ നിന്ന് ഫിഫ്ത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ ഫിഫ്ത്ത് ഗിയർ ഏറ്റവും ടോപ്പ് സൈഡിൽ റൈറ്റിലേ ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈ ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് മേളിലേക്ക് തട്ടുക. അപ്പോൾ വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രൽ വരുന്നു. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ചേർക്കുക, മേളിലേക്ക് ഇടുക. നമുക്ക് ഫിഫ്ത്ത് ഗിയർ കറക്റ്റായിട്ട് തെറ്റാതെ ഇടാനായിട്ട് കഴിയും. അപ്പോൾ റൈറ്റ് സൈഡ് ചേർക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി റിവേഴ്സ് ഗിയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ വണ്ടിയുടെ ഗിയർ ഇപ്പം നമ്മൾ ജസ്റ്റ് ന്യൂട്രൽ ആക്കുന്നു, എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ചേർത്ത് നേരെ താഴോട്ട് ഇടുക. അല്ലെങ്കിൽ നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ വീഴത്തില്ല. അതായത് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ചേർക്കുന്നു, നേരെ താഴോട്ട് ഇടുന്നു. കണ്ടോ, അപ്പോൾ റിവേഴ്സ് ഗിയർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തെറ്റാതെ ഇടാനായിട്ട് കഴിയുന്നതാണ്. ഇത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്ക്, അതായത് ഫോർത്തിൽ നിന്ന് തേർഡിൽ നിന്ന് സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ്, ഇത് ഇങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇന്ന് പ്രാക്ടീസ് ചെയ്യണം. അതായത് വണ്ടി ഓടിക്കുന്ന പോലെ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിൽ നിന്ന് തേർഡിൽ നിന്ന് ഫോർത്തിൽ നിന്ന് ഫിഫ്ത്ത്, ഇങ്ങനെ ഈ മെത്തേഡിൽ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഫിഫ്ത്തിൽ നിന്ന് ഫോർത്ത് പോകണമെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ഫോർത്ത് തേർഡ് ന്യൂട്രൽ ലെഫ്റ്റ് ചേർത്ത് താഴോട്ട് സെക്കൻഡ് ഫസ്റ്റ് ഗിയർ. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിൽ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് ഒരിക്കലും തെറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ വാഹനത്തിലിരുന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ തിടുക്കത്തിൽ ഗിയർ ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഗിയർ ഇടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ള ചില ടെക്നിക്കുകളുണ്ട്. അതായത് ഒരു വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കും. ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മുന്നോട്ട് നമ്മൾ മൂവ് ആക്കും. വണ്ടി മൂവ് ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ സെക്കൻഡ് കൊടുക്കാവുള്ളൂ. പലരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വണ്ടി അങ്ങോട്ട് അനങ്ങി തുടങ്ങിയാൽ ഉടൻ തന്നെ സെക്കൻഡ് അങ്ങ് ഇടും, എന്നിട്ട് ക്ലച്ച് ചെയ്യുന്നെടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകും. നമുക്ക് സെക്കൻഡ് ഗിയറിൽ പോകാനായിട്ടുള്ള ഒരു സ്പീഡ് വണ്ടിക്കായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയറിൽ എടുത്ത് വണ്ടി ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു ചലനം കൊടുക്കുക. ചലനം കൊടുത്താൽ ഉടൻ തന്നെ വണ്ടി മൂവ് ആയെന്ന് ഉറപ്പ് വരുത്തിയാൽ ആക്സിലറേഷൻ ഇങ്ങോട്ട് അയച്ചിട്ട് ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് പെട്ടെന്ന് ഇടുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക, പിന്നെ ആക്സിലറേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ തേർഡും ഫോർത്തും എവിടെയാണ് കറക്റ്റായിട്ട് ഇടേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തേർഡും ഫോർത്തും നമ്മൾ സാധാരണ ഇടുന്നത് നിരപ്പായിട്ടുള്ള റോഡുകളിലാണ്. അതുപോലെ തന്നെ ചെറിയ ഇറക്കങ്ങളും വീതിയുള്ള റോഡുകളിലും നമുക്ക് തേർഡിടാം. അപ്പം നിങ്ങൾ തേർഡിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു 30 കിലോമീറ്റർ എങ്കിലും വാഹനത്തിന് വേഗതയായിട്ട് തേർഡിടണം. അപ്പോൾ നമ്മൾ സെക്കൻഡിൽ ഒരു ചെറിയൊരു നിരപ്പ് റോഡിൽ ഫസ്റ്റ് കൊടുത്ത് സെക്കൻഡ് കൊടുത്തു, വീണ്ടും നല്ലൊരു നിരപ്പ് റോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടിക്ക് കുറച്ചും കൂടെ ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കിയിട്ട് തേർഡ് കൊടുക്കാം. വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് ഫോർത്ത് ഗിയറിലേക്ക് ഇടാം. അപ്പോൾ ഫോർത്തിൽ പോകുമ്പോൾ ഒരു 40 കിലോമീറ്റർ വേഗത അല്ലെങ്കിൽ ഒരു 35 കിലോമീറ്റർ വേഗതയെങ്കിലായിട്ട് നിങ്ങൾ ഫോർത്ത് ഗിയറിലേക്ക് ഇടാനായിട്ട് പാടുള്ളൂ. ഫിഫ്ത്ത് ഗിയർ കൊടുക്കുന്നത് നല്ല വീതിയുള്ള റോഡിലായിരിക്കണം. അങ്ങനെയുള്ള റോഡുകളിൽ നമുക്കൊരു 45-50 കിലോമീറ്റർ സ്പീഡിൽ വരുമ്പോഴത്തേന് അഞ്ചാമത്തെ ഗിയർ നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ കഴിയും. ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ പോകുന്ന റോഡിൽ ഫിഫ്ത്ത് ഗിയർ പോകാനായിട്ടുള്ള സാധ്യതയില്ല. മുന്നിൽ ഒരു ചെറിയ കയറ്റമോ അങ്ങനെയുള്ള ഒരു സാഹചര്യമോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്ത് ആദ്യം നിങ്ങൾ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഫോർത്തിലും പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ഗിയർ ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇട്ട് കൊടുക്കുക. തേർഡിലും പോകുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. അത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് മുന്നിലേക്ക് കയറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.